ശാസ്ത്രത്തിൻ്റെ കാഴ്ചപ്പാടിൽ ഒരാൾ മരണപ്പെട്ട് മൃതദേഹം സംസ്കരിച്ച് 24 മണിക്കൂറിന് ശേഷം അഴുകി ദുർഗന്ധം പുറപ്പെടുവിക്കും. അതിൽ ആകൃഷ്ടരായി അനേക ലക്ഷം പുഴുക്കളും കീടങ്ങളും ഉറുമ്പുകളും നിരനിരയായി എത്തിച്ചേരും. 3-ാം ദിവസം കുഴിച്ചുമൂടിയ മൃതദേഹത്തിൻ്റെ മൂക്ക് ആദ്യം ചീഞ്ഞു തുടങ്ങും. 6-ാം ദിവസം നഖങ്ങൾ കൊഴിഞ്ഞു വീഴും. 9-ാം ദിവസം മുടികൾ കൊഴിഞ്ഞു തുടങ്ങി മൃതദേഹത്തിൻ്റെ സകല രോമങ്ങളും കൊഴിഞ്ഞു വീണ് വയർ വീർക്കാൻ തുടങ്ങും. 17-ാം ദിവസം വയർ പൊട്ടി മൃതദേഹത്തിൻ്റെ ഉൾഭാഗങ്ങൾ പുറത്തു ചാടും. 60 ദിവസത്തിന് ശേഷം മൃതദേഹത്തിലെ മാംസങ്ങളെല്ലാം ദ്രവിച്ചുപോയി ഒരു തരി മാംസം പോലുമില്ലാത്ത അസ്ഥികൂടമാകും. 90 ദിവസങ്ങൾ പിന്നിടുമ്പോൾ അസ്ഥികൂടത്തിലെ എല്ലുകൾ പരസ്പരം അകന്നു തുടങ്ങും. 1 വർഷത്തിന് ശേഷം എല്ലാ അസ്ഥികളും ഏതാണ്ട് മണ്ണിൽ അലിഞ്ഞു ചേർന്നിരിക്കും. നാം സംസ്കരിച്ച ആ മൃതദേഹം മാഞ്ഞു പോകുന്നു, അല്ലെങ്കിൽ പ്രകൃതി മായ്ച്ചു കളയുന്നു. എത്ര ശക്തിയും ബുദ്ധിയും സൗന്ദര്യവും അഹങ്കാരവും ആത്മാഭിമാനവും പകയും വെറുപ്പും ധീരതയും ബഹുമാനവും സമ്പത്തുമുണ്ടായിട്ടും നേടിയതെല്ലാം ഭൂമിയുടെ മുകളിൽ ഉപേക്ഷിച്ച് വെറും കൈയോടെ ഭൂമിക്കടിയിൽ ഒരു നാൾ അലിഞ്ഞു ചേരേണ്ടവരാണ് എല്ലാ മനുഷ്യരും. പിന്നെ എന്തിനാണ് മറ്റുള്ളവരെ പറ്റിച്ചും വഞ്ചിച്ചും പോരാ എന്ന ആർത്തിയോടെ ജീവിതത്തിൽ ഒരിക്കൽ പോലും ഒന്ന് മനസ്സ് തുറന്ന് ചിരിക്കുക പോലും ചെയ്യാതെ വാരിക്കൂട്ടിയും സമൂഹത്തിന് ചേരാത്ത പ്രവൃത്തികൾ ചെയ്തും നാം ഈ ജീവിക്കുന്നത്? ശ്വാസം ഒന്ന് നിലച്ചാൽ 24 മണിക്കൂറിനുള്ളിൽ പുഴുവേറുന്ന മാംസവും കാണിച്ച് അഹങ്കാരത്തോടെ എന്തിന് ജീവിക്കുന്നു? നുണകൾ എത്ര തന്നെ മൂടിവെച്ചാലും പ്രവൃത്തി സത്യത്തെ കാട്ടിക്കൊടുക്കും. നമ്മൾ മാന്യരാണെന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ എളുപ്പമായിരിക്കാം, എന്നാൽ അവരവരുടെ മനസ്സാക്ഷിയെ പറ്റിക്കാൻ കഴിയില്ല. തലയോട്ടികളാകുന്നതിന് മുമ്പ് സ്വയം ചിന്തിച്ച് ജീവിക്കുവാൻ നമുക്ക് കഴിയണം. ദൈവത്തിങ്കലേക്ക് മടങ്ങി വരിക. ജീവിതം ദൈവത്തിനായിട്ട് സമർപ്പിക്കുക. ജീവിതം